السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده سبحانه وتعالى ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي النبي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعاذني الله وإياكم من النار. ألا لا إيمان لمن لا أمانة له، ولا دين لمن لا عهد له. عباد الله، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. قد أفلح من تزكى وذكر اسم ربه فصلى، بل تؤثرون الحياة الدنيا والآخرة خير وأبقى. إن هذا لفي الصحف الأولى صحف إبراهيم وموسى. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പരമാവധി പാലിച്ച് ജീവിക്കുന്നതിലൂടെ മാത്രമാണ് മനുഷ്യർക്ക് അവരുടെ ഇഹപര ജീവിതങ്ങളിൽ യഥാർത്ഥ വിജയവും സന്തോഷവും സൗഭാഗ്യങ്ങളും നേടിയെടുക്കാൻ കഴിയുക എന്ന് മനസ്സിലാക്കി അള്ളാഹുവിനെ അനുസരിച്ചും അവന് വിധേയപ്പെട്ടും അവന് ജീവിതം സമർപ്പിച്ചും തഖ്വയോടെ ജീവിക്കണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കാരുണ്യവാനായ നാഥൻ ജീവിതത്തിൽ തഖ്വ പുലർത്താനും അതുവഴി അവൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഇഹപര ജീവിതങ്ങളിൽ നേടിയെടുക്കാനും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യാസന്താനങ്ങളെയും ഗുരുനാഥന്മാരെയും നമുക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും പ്രത്യേകമായി തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പുണ്യകരമായ ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം ചെയ്ത് അള്ളാഹുവിന്റെ ഭവനത്തിൽ നമ്മളിങ്ങനെ ഒരുമിച്ച് ചേർന്നതിനെ അള്ളാഹു പ്രത്യേകം അനുഗ്രഹിക്കുകയും നമ്മൾ നിർവഹിക്കുന്ന എല്ലാ ആരാധനാകർമ്മങ്ങളെയും അവൻ ഖബൂൽ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തിക്കൊണ്ട് الرسول صلى الله عليه وسلم رحمة الله للعالمين
എന്ന പേരിൽ മർഹൂം ഷെയ്ഖ് യൂസുഫുൽ ഖർദാവി രചിച്ചിട്ടുള്ള പ്രവാചക സീറ ഗ്രന്ഥത്തിൽ പ്രവാചകനെ അദ്ദേഹം ഒന്നാമതായി പരിചയപ്പെടുത്തിയിട്ടുള്ളത് ആബിദായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നിലക്കാണ്. അക്കാര്യമാണ് കഴിഞ്ഞ ഒരു ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളത്. അതിനുശേഷം അർ-റസൂലു സാഹിദ്, സാഹിദായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ് ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം പരിചയപ്പെടുത്തുന്നത്. ജീവിതത്തിൽ വിജയം നേടിയെടുക്കുന്നതിനെ കുറിച്ചുള്ള മാനദണ്ഡങ്ങൾ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പല രീതിയിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ നമുക്കേറെ പരിചയമുള്ള ആയത്തുകളാണ് ഖുതുബയുടെ തുടക്കത്തിൽ സൂറത്തുൽ അഅലയുടെ അവസാന ഭാഗത്ത് ഉള്ള ആയത്തുകൾ ഓതിയിട്ടുള്ളത്. അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് ജീവിതത്തിൽ വിജയത്തിന് തൗഫീഖുണ്ടായി തീരാൻ സ്വീകരിക്കേണ്ടുന്ന വഴി അല്ലാഹുവിനെ സ്മരിക്കുകയും അല്ലാഹുവിന് ആരാധനകൾ അർപ്പിക്കുകയും ചെയ്യുകയാണ് എന്നാണ് അതിൽ അല്ലാഹു ആദ്യം പ്രസ്താവിച്ചിട്ടുള്ളത്. ഖദ് അഫ്ലഹ മൻ തസക്ക വദക്കറ സ്മ റബ്ബിഹി ഫസല്ല. വിജയിക്കാനുള്ള മാനദണ്ഡങ്ങളിൽ ഒന്നാമത്തേത് ജീവിതത്തിന്റെ സംസ്കരണമാണ്. ആ ജീവിതത്തിന്റെ സംസ്കരണത്തെ മുൻനിർത്തിയുള്ള ദിക്റും ഇബാദത്തുകളുമാണ് ജീവിത വിജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങൾ. അങ്ങനെ പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ നിങ്ങൾക്ക് അല്ലാഹുവിനെ സ്മരിക്കുന്ന ഒരു ദാക്കിറും അല്ലെങ്കിൽ ഒരു ആബിദുമാകാൻ തടസ്സമാകുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറുൻ വ അബ്ഖാ. പരലോക ജീവിതമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ചതും അനന്തമായി അനശ്വരമായി നിലനിൽക്കുന്നതും എന്ന യാഥാർത്ഥ്യത്തെ മറന്ന് ദുനിയാവിനെ കുറിച്ചുള്ള ആസക്തികൾ, ദുനിയാവിനോടുള്ള താല്പര്യങ്ങൾ, ഭൗതികതയോടുള്ള പ്രമത്തത, ഇതൊക്കെ മുൻഗണനാക്രമത്തിൽ ക്രമം തെറ്റിച്ചുകൊണ്ട് കടന്നു വരിക എന്നതാണ് നിങ്ങൾക്ക് ഒരു ആബിദായിരിക്കുവാൻ, ഒരു ദാക്കിറായിരിക്കുവാൻ, മനസ്സംസ്കരണം സാധ്യമാക്കുവാൻ ഉള്ള മാർഗത്തിൽ വിജയിക്കുന്നതിൽ നിന്ന് തടസ്സമാവുക എന്ന സൂചനയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വളരെ സുപരിചിതമായ ആ ആയത്തുകളിലൂടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആബിദായിരിക്കുവാൻ, യഥാർത്ഥത്തിൽ തന്നെ അല്ലാഹുവിനുള്ള ഒരു ആബിദായിരിക്കുവാൻ അനിവാര്യമായും ഉണ്ടാകേണ്ടുന്ന ഗുണമാണ് ഒരു സാഹിദാവുക എന്ന് പറയുന്നത്. സുഹൃദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും സവിശേഷമായ സ്വഭാവമായിരുന്നു. റസൂലിന്റെ അഖ്ലാഖുകളിൽ, ശമാഇലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു സുഹൃദ് എന്ന് സഹാബികൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. സുഹൃദിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിത വിജയത്തിന്റെ വളരെ പ്രധാനപ്പെട്ട മാനദണ്ഡമായി പഠിപ്പിക്കുന്ന ധാരാളം ഹദീസുകൾ ജീവിതത്തിലൂടെ പ്രയോഗവൽക്കരിച്ചുകൊണ്ട് സുഹൃദിന്റെ മാതൃകകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാഴ്ചവെച്ചതിന്റെ ഉദാഹരണങ്ങൾ ഇതൊക്കെ ലഭ്യമാണ്. സുഹൃദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിരക്തി എന്നാണ്. ദുനിയാവിനോടുള്ള വിരക്തിയെ കുറിച്ചാണ് സുഹൃദ് എന്ന് പറയുക. അതിനെ മനസ്സിലാക്കേണ്ടത് ദുനിയാവിനെ പാടെ ഉപേക്ഷിക്കുകയും ദുനിയാവിനെ പാടെ വിസ്മരിച്ചു കളയുകയും ചെയ്യുക എന്നതല്ല. മറിച്ച് സുഹൃദിന്റെ മറുഭാഗത്ത്, ദുനിയാവിനോടുള്ള വിരക്തിയുടെ മറുഭാഗത്ത് വരുന്ന കാര്യം ദുനിയാവിനോടുള്ള ആസക്തിയാണ്. ആ ആസക്തി ഇല്ലാതിരിക്കുക എന്ന കാര്യത്തെയാണ് സുഹൃദ് എന്ന് പറയുന്ന മൂല്യം, ഇസ്ലാമിക സ്വഭാവം പ്രതിനിധീകരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. അതാണ് അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുന്നത്, റസൂലിലൂടെ മാതൃക കാണിക്കപ്പെട്ടിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു സുഹൃദാണ്. വബ്തഗി ഫീമാ ആതാക അല്ലാഹു ദാറൽ ആഖിറ വലാ തൻസ നസീബക മിനദ് ദുനിയ. ജീവിതം എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ടത്
വഇന്ന ദാറൽ ആഖിറത ലഹിയൽ ഹയവാൻ, പരലോക ജീവിതമാണ് യഥാർത്ഥത്തിലുള്ള ജീവിതം എന്ന വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനത്തെ മുഖവിലക്കെടുത്തുകൊണ്ട് ദുനിയാവിനല്ല ആഖിറത്തിനാണ് പ്രാധാന്യം. അതുകൊണ്ട് അള്ളാഹു തനിക്ക് നൽകിയിട്ടുള്ളതെല്ലാം ഉപയോഗപ്പെടുത്തി. അത് ആയുസ്സാണെങ്കിലും ആ ആയുസ്സിലെ കഴിവുകളും ശേഷികളുമാണെങ്കിലും ആ ആയുസ്സിൽ ഏറ്റവും കൂടുതൽ സജീവമായിരിക്കാനുള്ള യുവത്വം എന്ന് പറയുന്ന ശേഷിയാണെങ്കിലും സമ്പത്താണെങ്കിലും ജീവിതത്തിൽ നൽകപ്പെട്ടിട്ടുള്ള എല്ലാ വിഭവങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ആഖിറത്തിൽ മോക്ഷവും വിജയവും തേടുക എന്നതാണ് അള്ളാഹുവിന്റെ കൽപ്പന. അതേസമയത്ത് വലാ തൻസ നസീബക ഫിദ്ദുനിയ, ഈ ദുനിയാവിൽ ഇങ്ങനെ ജീവിക്കുമ്പോൾ ആയുസ് തീരും വരെ ജീവിച്ചു പോകുമ്പോൾ ആ ജീവിതം ഏറ്റവും സൗകര്യപ്രദമായി അള്ളാഹുവിനോടുള്ള ഇബാദത്തിലും അള്ളാഹുവിനോടുള്ള ദിക്റിലും ഒക്കെ മുഴുകി ഒരു യഥാർത്ഥ ഇസ്ലാമിക ജീവിതം നയിക്കാൻ ദുനിയാവിൽ സാമ്പത്തികമായി വിഭവങ്ങളുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ നിനക്ക് അവകാശപ്പെട്ടതുണ്ട്, ഉപയോഗിക്കാൻ അള്ളാഹു അനുവദിച്ചതുണ്ട്. അതിനെ മറന്നു കളയുകയും ചെയ്യേണ്ടതില്ല എന്ന നിർദ്ദേശമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ചെയ്യുന്നത്. ഇത് ഈ സുഹ്ദ് എന്ന് പറയുന്നത് റസൂലിനോടുള്ള ഇത്തിബാഇനെ കുറിച്ച് സംസാരിക്കുമ്പോൾ റസൂലിൽ നിന്ന് ഇബാദത്തുകളെ മാതൃകയാക്കുന്നത് പോലെ മാതൃകയാക്കാൻ നമുക്ക് വലിയ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് സുഹൃദ് എന്ന് പറയുന്നത്. അതേസമയത്ത് നമ്മൾ ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്ന ഒരു ജീവിത സാഹചര്യത്തിൽ റസൂലിൽ നിന്ന് നമുക്ക് ഏറ്റെടുക്കാനും മാതൃകയാക്കാനും ഏറ്റവും പ്രയാസകരമായ മൂല്യം, ഗുണം അല്ലെങ്കിൽ സ്വഭാവം അത് ഈ സുഹൃദായിരിക്കും എന്ന കാര്യവും വളരെ ഉറപ്പുള്ള കാര്യമാണ്. സഹൽ ഇബ്നു സഅദ് അസ്-സാഇദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ജാഅ റജുലുൻ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് കടന്നു വന്നു. ഫഖാല യാ റസൂലല്ലാഹ് ദുല്ലനി അലാ അമലിൻ ഇദാ അമിൽതുഹു അഹബ്ബനില്ലാഹു വ അഹബ്ബനിന്നാസ്. അല്ലാഹുവിന്റെ റസൂലേ, താങ്കൾ എനിക്ക് ഒരു അമൽ പഠിപ്പിച്ചു തരണം, എനിക്കൊരു കർമ്മം പഠിപ്പിച്ചു തരണം. ഞാനത് ചെയ്താൽ എന്നെ അള്ളാഹു ഇഷ്ടപ്പെടണം, ജനങ്ങളും എന്നെ ഇഷ്ടപ്പെടണം. അള്ളാഹുവിനും ജനങ്ങൾക്കും എന്നെ ഇഷ്ടപ്പെടാൻ ഹേതുവാകുന്ന, അള്ളാഹുവിനും ജനങ്ങൾക്കും ഞാൻ ഒരുപോലെ പ്രിയപ്പെട്ടവനായി മാറാൻ എന്നെ സഹായിക്കുന്ന ഒരു അമൽ റസൂൽ എനിക്ക് പഠിപ്പിച്ചു തരണം എന്ന് അയാൾ റസൂലിനോട് ആവശ്യപ്പെട്ടു. റസൂൽ അദ്ദേഹത്തെ ഉപദേശിച്ചത് ഇസ്ഹദ് ഫിദ്ദുനിയ യുഹിബ്ബുകല്ലാഹ്, ദുനിയാവിന്റെ കാര്യത്തിൽ നീ വിരക്തി കാണിക്കുക എങ്കിൽ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും. വസ്ഹദ് ഫീമാ ഇൻദന്നാസ്, ജനങ്ങളുടെ കൈവശമുള്ളതിൽ നീ വിരക്തി കാണിക്കുക എങ്കിൽ ജനങ്ങളും നിന്നെ ഇഷ്ടപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ പഠിപ്പിച്ചു എന്നതാണ്. സുഹൃദിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് പരമദരിദ്രനായിരിക്കുക എന്നത് സുഹൃദിന്റെ ഉദ്ദേശമല്ല. ദുനിയാവ് ഒട്ടും പ്രസക്തമല്ല എന്ന് കരുതി ജീവിതത്തിന് ആവശ്യമായ ഭൗതിക വിഭവങ്ങൾ പോലും തേടാതെ പരമദരിദ്രനും പരമമിസ്കീനുമായി സ്വയം അങ്ങനെ തന്നെ അങ്ങനെയാക്കി ജീവിക്കുന്നതിന് സുഹൃദ് എന്ന് പേര് പറയില്ല. വിഭവങ്ങൾ കൈവരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവുകയും അല്ലെങ്കിൽ വിഭവങ്ങൾ കൈവശമുണ്ടാവുകയും ചെയ്തിട്ട് അതിനോട് സ്വന്തം കാര്യത്തിൽ അതിനോട് താല്പര്യമില്ലാതിരിക്കുകയും അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കാൻ ഒരാൾക്ക് തോന്നുകയും ചെയ്യുന്ന മാനസിക നിലയെ കുറിച്ചാണ് സുഹൃദ് എന്ന് പറയുന്നത്. റസൂലിന്റെ സുഹൃദ് അങ്ങനെയായിരുന്നു. ഒരിക്കൽ അബൂദർ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം നടന്നു പോകുന്ന വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് മലയുടെ മുൻപിൽ ചെന്ന് നിന്ന ഒരു വേളയിൽ അബൂദറിനെ പ്രത്യേകമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു. എന്നിട്ട് അബൂദറിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ഉഹദ് മലയോളം സമ്പത്ത് എന്റെ കൈവശം തരികയും എന്നിട്ട് 3 രാപ്പകലുകൾ കടന്നു പോകുമ്പോഴേക്ക് എന്റെ കൈവശം അതിൽ നിന്ന്
കടബാധ്യതകൾക്ക് വേണ്ടി മാറ്റിവെച്ചതല്ലാത്ത ഒരു ദീനാറെങ്കിലും ബാക്കിയുണ്ടാകുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുകയും ചെയ്തു. അഥവാ സമ്പത്ത് ഉണ്ടാകാതിരിക്കുക, സമ്പാദിക്കാതിരിക്കുക, സമ്പത്തിനെ തീരെ പരിഗണിക്കാതിരിക്കുക, ഭൗതിക വിഭവങ്ങളെ പാടെ അവഗണിക്കുക എന്നതല്ല സുഹൃത്ത്. ഭൗതിക വിഭവങ്ങൾ കൈവശം വരാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം, സമ്പാദിക്കണം. നിഅമൽ മാലു ലിൽ അബ്ദി സ്വാലിഹ്, നിഅമൽ മാലു സ്വാലിഹു ലിൽ അബ്ദി സ്വാലിഹ് റസൂൽ പറഞ്ഞിട്ടുള്ളതാണ്. നല്ല ധനം നല്ല അടിമയെ സംബന്ധിച്ചിടത്തോളം, നല്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുഗ്രഹീതമായ കാര്യം തന്നെയാണ്. പക്ഷേ ആ സമ്പത്തിനോടുള്ള സമീപനം എന്താണ് എന്നതാണ്, ദുനിയാവിലുള്ള വിഭവങ്ങളോടുള്ള സമീപനം എന്താണ് എന്നതാണ് പ്രശ്നം. അവിടെ അതിനെ എവിടെ നിർത്തുന്നു എന്നുള്ളതാണ്. ബൽ ബസ്സിറൂനൽ ഹയാത്തദ് ദുനിയ, ലക്ഷ്യം മറന്ന് മാർഗത്തെ ലക്ഷ്യമായി കണ്ട് ദുനിയാവ് തന്നെയാണ് ജീവിതം, ഇവിടത്തെ വിഭവങ്ങളും അനുഗ്രഹങ്ങളും തന്നെയാണ് വിഭവങ്ങളും അനുഗ്രഹങ്ങളും എന്ന നിലപാടിലാണ് നിങ്ങളുള്ളത് എങ്കിൽ നിങ്ങൾ ദുനിയാവിനോടുള്ള ആസക്തിയിലാണുള്ളത്. അത് അപകടകരമാണ്. അതേ സമയത്ത് ആഖിറത്തിലേക്കുള്ള ഒരു മാർഗം എന്നുള്ള നിലക്ക് നിങ്ങൾ സമ്പത്തിനോടും ദുനിയാവിലെ വിഭവങ്ങളോടും സമീപനങ്ങൾ സ്വീകരിക്കുന്നുവെങ്കിൽ അത് ന്യായമായ കാര്യമാണ്. അത് ബാലൻസ് ഉള്ള, തവാസുനുള്ള ഇസ്ലാമികമായ നിലപാടാണ് എന്നാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിധം അള്ളാഹുവിന്റെ പ്രീതിയും പൊരുത്തവും ഇഷ്ടവും നേടിയെടുക്കാനുള്ള വഴി എന്നുള്ള നിലക്ക് നിശ്ചയിച്ച സുഹൃദിന്റെ മാർഗം, ജനങ്ങളുടെ ഇഷ്ടം നേടിയെടുക്കാനുള്ള മാർഗം എന്നുള്ള നിലക്ക് നിശ്ചയിച്ചിട്ടുള്ള സുഹൃദിന്റെ മാർഗം, ഇത് അനുസരിച്ച് മാതൃകാപരമായ ഒരു ജീവിതം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നയിച്ചപ്പോൾ എങ്ങനെയായിരുന്നു ആ ജീവിതം എന്ന് നമുക്ക് കണ്ടു പഠിക്കാൻ പറ്റുന്നതാണ്. ആ ജീവിതത്തിൽ സന്തോഷത്തിനും സൗഭാഗ്യങ്ങൾക്കും വിജയങ്ങൾക്കും ഒരു കുറവുണ്ടായിട്ടില്ല. ലോകത്ത് ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റുന്നതിൽ ഏറ്റവും സമാധാനപരമായി, ഏറ്റവും സന്തോഷകരമായി ആണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് ജീവിച്ചു മരിച്ചു പോയിട്ടുള്ളത്. റസൂലിന് ഒന്നിനും കുറവുണ്ടായിരുന്നില്ല. പക്ഷേ റസൂല് ജീവിത വിഭവങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന കാര്യത്തിൽ റസൂലിന്റെ നിലപാട് എന്ന് പറയുന്നത് മാലി വലിദുന്യ, ഞാനും ദുനിയാവിലും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് എന്നതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുള്ളത് ഇന്നമാ അന ഫിദ്ദുന്യ കറാകിബിൻ യസ്തദില്ലു തഹ്ത ഷജറത്തിൻ. ഈ ദുനിയാവിൽ ജീവിക്കുന്ന ഞാൻ യഥാർത്ഥത്തിൽ ഒരു വഴിയാത്രക്കാരനെ പോലെയാണ്. അയാൾ ആ വഴിയാത്രക്കിടയിൽ, അയാളുടെ ആ യാത്രക്കിടയിൽ ഒരു മരത്തിനിടയിൽ ഒരല്പം തണൽ തേടി, ആശ്വാസം തേടി ഒരല്പനേരം തങ്ങുന്നു. പിന്നെ കുറച്ചു സമയം കഴിയുമ്പോ സുമ്മ റാഹ വതറകഹു, എന്നിട്ട് ആ മരത്തിന്റെ തണലും ഉപേക്ഷിച്ച് അയാൾ പിന്നീട് യാത്ര തുടരുകയും ചെയ്യുന്നു. ഇങ്ങനെയല്ലാത്ത ഒരു ബന്ധം നമ്മളും ദുനിയാവും തമ്മിൽ ഇല്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് ഈ ജീവിതത്തിൽ വിജയം നേടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പ്രവാചകന്റെ പാഠമാണ്. അങ്ങനെ ജീവിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെക്കുറിച്ച് സീറാ ഗ്രന്ഥങ്ങൾ വിശദീകരിക്കുന്നതനുസരിച്ച് സാഹിദായ റസൂലിനെ ശൈഖ് യൂസുഫുൽ ഖറളായി പരിചയപ്പെടുത്തുമ്പോൾ റസൂലിന്റെ ഭക്ഷണ രീതികൾ എങ്ങനെയായിരുന്നു, റസൂലിന്റെ വസ്ത്രധാരണ രീതികൾ എങ്ങനെയായിരുന്നു, റസൂലിന്റെ വീട് എങ്ങനെയായിരുന്നു, ആ വീട്ടിലെ സൗകര്യങ്ങൾ എങ്ങനെയായിരുന്നു എന്നതിലേക്കൊക്കെ സൂചനകൾ നൽകിക്കൊണ്ടുള്ള ഹദീസുകൾ നമുക്ക് വളരെ സുലഭമായി ലഭ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭക്ഷണത്തെക്കുറിച്ച് അറിയാൻ അവർക്ക് താല്പര്യമുണ്ടായിരുന്നു. റസൂല് ലഭ്യമായിരുന്നിട്ടും ഭക്ഷണങ്ങളോട് വിരക്തി പ്രകടിപ്പിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇല്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു റസൂലിന്റെ ജീവിതത്തിൽ. സുലഭമായി ഭക്ഷണ വിഭവങ്ങൾ ലഭ്യമാക്കാവുന്ന സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ ചില അവസരങ്ങളിൽ സഹാബത്തിന്റെ ആതിഥ്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് റസൂൽ വിഭവസമൃദ്ധമായി ഭക്ഷണം കഴിച്ചതിന്റെ സൂചനകൾ ഹദീസുകളിലുണ്ട്. പക്ഷേ മൊത്തത്തിൽ റസൂലിന്റെ ഒരു ജീവിതം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ജീവിതം. ഭക്ഷണം കഴിക്കലാണ് പ്രധാനം. അങ്ങനെ വെറൈറ്റി ഫുഡുകൾ എല്ലാ സമയങ്ങളിലും പരീക്ഷിച്ചു കൊണ്ടിരിക്കലാണ് ജീവിതം എന്ന അവസ്ഥയിലേക്ക് വഴിമാറ്റപ്പെട്ട ജീവിതമാണ് നമ്മുടേത്.
ഓരോ സമയവും വെറൈറ്റി ഫുഡുകൾ തെരഞ്ഞു പോകുന്നവരാണ് നമ്മൾ. അതിന്റെ അടയാളങ്ങളാണ് നമ്മുടെ നാട്ടിലെ അങ്ങാടികളിൽ പ്രകടമായിക്കൊണ്ടിരിക്കുന്നത്. നിരന്തരം ഉയർന്നുകൊണ്ടിരിക്കുന്ന ഭക്ഷണശാലകൾ. അത് കച്ചവടം എന്നുള്ള നിലക്ക് ഹലാലാണോ ഹറാമാണോ എന്ന വിഷയമൊന്നുമല്ല നമ്മൾ പറയുന്നത്. അതൊക്കെ ഹലാലായ ബിസിനസ്സുകളും കച്ചവടങ്ങളുമാണ്. പക്ഷേ നമുക്കതിനോടുണ്ടാകുന്ന സമീപനം എന്താണ്? നമ്മൾ അതിനുവേണ്ടി ജീവിക്കുന്നവരായി മാറുന്നുണ്ടോ എന്ന ആലോചനകൾ നടത്തേണ്ടി വരും. ആ ആത്മവിമർശനവും ആ വിചാരണയും റസൂലിന്റെ സുന്നത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു വേളയിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പകരമായി നിൽക്കുകയില്ല എന്ന കാര്യം ഉറപ്പാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണ വിഭവങ്ങളെ കുറിച്ച് അറിയാൻ താല്പര്യം പ്രകടിപ്പിച്ച് പ്രമുഖരായ ചെറുപ്പക്കാരായ ചില സഹാബികൾ സൽമ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് വരുന്നുണ്ട്. അബൂ റാഫി എന്ന് പറയുന്ന സഹാബിയുടെ പത്നിയാണവർ. അവരുടെ അടുത്ത് വന്നിട്ട് അബ്ദുല്ലാഹിബ്നു ജഅഫർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള, അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ പോലെയുള്ള റസൂൽ ജീവിച്ചിരുന്ന കാലത്ത് ചെറിയ പയ്യന്മാരായിരുന്നവർ, അവർക്ക് അവരുടെ യുവാക്കളായ അങ്ങനെയുള്ള 3-4 പേർ ഈ സൽമ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് റസൂലിന് ഏറ്റവും ഇഷ്ടകരമായിരുന്ന ഭക്ഷണം ഏതായിരുന്നു, അത് ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണം എന്ന് പറഞ്ഞു വന്ന കാര്യം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അവര് ആ ചെറുപ്പക്കാരോട് പറഞ്ഞത്, റസൂലിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം നിങ്ങൾക്കിന്ന് കൊതി തോന്നുകയില്ല എന്ന് ആദ്യം തന്നെ അവർ ആ ചെറുപ്പക്കാരോട് പറഞ്ഞു. എന്നാലും ഞങ്ങൾക്കതൊന്ന് അറിയണം എന്നവർ വാശി പിടിച്ചു. അപ്പോൾ അവർ പോയിട്ട് ഒരൽപ്പം യവം ബാർലി എടുത്തിട്ട് അതുകൊണ്ട് റൊട്ടി ചുട്ട് അത് കൊണ്ടുവന്ന് വെച്ചു കൊടുത്തിട്ട് അതിന്റെ കൂടെ ഒരൽപ്പം ഓയിലും എണ്ണയും അത് കൂട്ടിക്കഴിക്കാൻ വെച്ചുകൊടുത്ത് റസൂലിന്റെ ജീവിതത്തിൽ റസൂൽ മിക്കവാറും കഴിച്ചിരുന്ന റസൂലിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഇതായിരുന്നു എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ പറ്റുന്നതാണ്. റസൂലിന്റെ വീട്ടിലെ സാഹചര്യങ്ങൾ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. മക്ക കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു വീടുണ്ടായിരുന്നു. റസൂൽ താമസിച്ച ഒരു വീടുണ്ടായിരുന്നു. റസൂൽ ആ താമസിച്ച വീട് ഭാര്യ ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ ബിബി റളിയല്ലാഹു അൻഹയുടെ വീടായിരുന്നു. മദീനയിലെത്തിയതിനു ശേഷം ഒരു ഭരണാധികാരിയായി വളർന്നതിന് ശേഷം റസൂൽ എവിടെയാണ് പാർത്തിരുന്നത് എന്നന്വേഷിച്ചാൽ നമുക്ക് കാണാൻ കഴിയുക റസൂൽ വീടെന്ന് പറയാവുന്ന ഒരിടത്ത് പോലുമല്ല റസൂൽ ജീവിച്ചിരുന്നത് എന്നതാണ്. മറിച്ച് വിശുദ്ധ ഖുർആൻ അടക്കം സൂചന നൽകിയിട്ടുള്ള മദീന പള്ളിയോട് ചേർന്നുള്ള തന്റെ ഭാര്യമാർക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ചില മുറികൾ, റൂമുകൾ, ഹുജുറാത്ത് വിശുദ്ധ ഖുർആനിൽ അങ്ങനെ ഒരു അധ്യായമുണ്ട്. ആ അധ്യായത്തിന് പേര് വരാനുണ്ടായ സാഹചര്യം റസൂൽ താമസിക്കുന്ന ആ മുറികളുടെ പിറകിലൊക്കെ വന്നു നിന്നിട്ട് റസൂലിനെ വീട്ടിലേക്ക് വിളിച്ച് ശല്യം ചെയ്ത ആളുകളോട് ആ ശല്യപ്പെടുത്തൽ നിർത്തണം എന്ന് അള്ളാഹു നിർദ്ദേശം നൽകുന്നതിന്റെ ഭാഗമാണ്. റസൂലിനെ അങ്ങനെ റസൂലിന്റെ വീടുകളിലേക്ക് എന്ന് പറഞ്ഞാൽ ആ മുറികളിലേക്ക് വിളിച്ച് ശല്യം ചെയ്യുന്നവരെ താക്കീത് ചെയ്തുകൊണ്ടാണ് ഉള്ള ആയത്ത് വന്നതുകൊണ്ടാണ് ആ സൂറത്തിന് അങ്ങനെ പേര് വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ചെറിയ മുറികളിൽ ആണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്നുറങ്ങിയിരുന്നത്, പാർത്തിരുന്നത് എന്നതാണ്. അങ്ങനെയുള്ള റസൂലിന്റെ വീട്ടിലേക്ക് ഒരു സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു കടന്നു വരുന്നുണ്ട്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു റസൂലിന്റെ വീട്ടിൽ പ്രവേശിച്ചു. അങ്ങനെ റസൂല് ഒരു പായയിൽ കിടക്കുന്നതാണ് ഉമർ റളിയല്ലാഹു അൻഹു കണ്ടത്. ആ പായയിൽ വിരിക്കാൻ മറ്റൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കിടന്നണീറ്റ റസൂലിന്റെ മുതുകിൽ ആ പായയിലെ ഈത്തപ്പനയോലുകൾ കൊണ്ട് കെട്ടിമടങ്ങുണ്ടാക്കിയ പായയിൽ കിടന്നതിന്റെ അടയാളങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുതുകിലുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഞാൻ റസൂലിന്റെ ആ മുറിയാകെ ഒന്ന് എന്റെ കണ്ണുകൊണ്ട് ഓടിച്ചു നോക്കി. അപ്പോൾ അവിടെ വളരെ കുറച്ച് ഭക്ഷണങ്ങൾ, റസൂലിന്റെ ചില വസ്ത്രങ്ങൾ, ഇങ്ങനെ വളരെ പരിമിതമായ വിഭവങ്ങൾ, സൗകര്യങ്ങളുള്ള റസൂലിന്റെ വീട്. ഇതെല്ലാം കണ്ട് എനിക്ക് നിയന്ത്രണാതീതമായി എനിക്ക് കരച്ചിൽ വന്നു. ഞാൻ കരഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മായുബ്കീക യാ ഉമർ, എന്താ ഉമറേ നീ ഇങ്ങനെ കരയുന്നത് എന്ന് റസൂൽ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, റസൂലേ, അങ്ങ് ഞങ്ങളുടെ നേതാവാണ്, അങ്ങ് ഈ രാഷ്ട്രത്തിന്റെ നായകനാണ്, അങ്ങ് ജീവിക്കുന്ന അവസ്ഥയാണിത്. മറുഭാഗത്ത് കിസ്റയും കൈസറും
റോമിന്റെയും പേർഷ്യയുടെയും സാമ്രാജ്യത്തിന്റെ അധിപന്മാർ. അവർ നിറയെ വിഭവങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട് വലിയ കൊട്ടാരങ്ങളിൽ വസിക്കുകയാണ്. റസൂലേ, അങ്ങേക്ക് അല്ലാഹുവോട് ജീവിത വിഭവങ്ങൾക്ക് വേണ്ടി തേടിക്കൂടെ? അല്ലെങ്കിൽ ഞങ്ങളോട് പറയുക, ഞങ്ങൾ താങ്കൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു തരാം എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറിനോട് പറഞ്ഞത്, ഉമറേ, നിന്റെ അഭിപ്രായം എന്താണ്? ആ വിഭവങ്ങളൊക്കെയും ദുനിയാവിൽ വെച്ച് അവർക്കാവുകയും ശാശ്വതമായ പരലോക ജീവിതത്തിൽ അത് നമുക്ക് മാത്രമാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച്, ഒരവസ്ഥയെക്കുറിച്ച് നീയൊന്ന് ചിന്തിച്ചു നോക്കുക. അതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ് എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹുവിനെ സാന്ത്വനപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ റസൂലിന്റെ ജീവിതത്തിൽ ഇത് വളരെ പ്രകടമായി നിഴലിച്ചു നിന്നിരുന്ന ഒരു ഗുണമാണ് സുഹൃദ് എന്ന് പറയുന്നത്. സുഹൃദ് എന്നതുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം, ജീവിതത്തിൽ ഏത് കാലടി മുന്നോട്ട് വെക്കുമ്പോഴും, ജീവിതത്തിൽ എന്ത് കർമ്മങ്ങൾക്ക് വേണ്ടി നമ്മൾ മുന്നിട്ടിറങ്ങുമ്പോഴും നമ്മുടെ മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൺസേണായി വരുന്നത് എന്താണ്? ദുനിയാവാണോ ആഖിറത്താണോ? ഈ ചോദ്യത്തിന്റെ മറുപടിയിൽ ദുനിയാവാണെല്ലാം എന്ന മറുപടി നമുക്കുണ്ടാകാതിരിക്കുക, എന്ന നിലക്ക് നമ്മൾ പെരുമാറാതിരിക്കുക, ആഖിറത്തിനെ മറന്ന് ദുനിയാവിൽ ആസക്തി പൂണ്ട് ജീവിക്കാതിരിക്കുക. ഈ ദുനിയാവിന്റെ ഒരു സവിശേഷത വിശുദ്ധ ഖുർആൻ തന്നെ വിശേഷിപ്പിക്കുന്നതനുസരിച്ച് ഇത് ലഅബും ലഹുവും തഫാഖുറും തകാസുറും ബിൽ അംവാലും ഒക്കെയാണ്. ഇത് കളിച്ചിരിയുടെയും വിനോദങ്ങളുടെയും പരസ്പരം മേനി നടിക്കലിന്റെയും സമ്പത്തിൽ പരസ്പരം മത്സരിക്കുന്നതിന്റെയും ഒക്കെ വഞ്ചനാത്മകമായ ഒരിടമാണ് ഈ ദുനിയാവ്. ഇവിടെയുള്ള വിഭവങ്ങളൊക്കെയും പറ്റിക്കാനുള്ള വിഭവങ്ങളാണ്, മനുഷ്യരെ വഞ്ചനയിൽ അകപ്പെടുത്താനുള്ള വിഭവങ്ങളാണ്. ജീവിത യാഥാർത്ഥ്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നിടത്ത് മനുഷ്യന്റെ മുൻഗണനാക്രമങ്ങൾ തെറ്റിച്ച് അവനെ വഞ്ചനയിൽ അകപ്പെടുത്താനുള്ളതാണ് ഈ ദുനിയാവിലെ വിഭവങ്ങൾ. ആ കരുതലോടുകൂടിയല്ല ദുനിയാവിനെ നമ്മൾ സമീപിക്കുന്നതെങ്കിൽ നമ്മൾ ദുനിയാവിൽ ആസക്തരായിരിക്കും. റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്തതുപോലെ അള്ളാഹുവിന്റെ ഇഷ്ടക്കാരായി മാറാൻ, ജനങ്ങളുടെ പോലും ഇഷ്ടം നേടിയെടുക്കാൻ സുഹുദിൽ നിന്ന് വിമുക്തമായ ദുനിയാവിനോട് ആസക്തിയുള്ള ആ ജീവിതം കൊണ്ട് നമുക്ക് സാധ്യമാവുകയില്ല. വിശുദ്ധ ഖുർആൻ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള പരാജയത്തിന്റെ പടുകുഴികളിലേക്ക് നമ്മൾ ആപതിച്ചു പോകും. നിങ്ങൾ യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് സന്ദേശങ്ങളും പാഠങ്ങളും നൽകിയിട്ടും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദുനിയാവിനെ പ്രേമിച്ചുകൊണ്ടിരിക്കുകയാണ്, ദുനിയാവിനെ പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. ദുനിയാവിനോട്, ദുനിയാവിലെ വിഭവങ്ങളോട് താല്പര്യമുണ്ടാവുക എന്നത് നിരുപാധികം കുറ്റകരമായ കാര്യമൊന്നുമല്ല. പക്ഷേ ദുനിയാവിനോടുണ്ടാകുന്ന ഈ പ്രേമം കൊണ്ട്, ഈ പ്രണയം കൊണ്ട്, ആസക്തി കൊണ്ട് നിങ്ങൾ ആഖിറത്തിനെ മറന്നു പോകുന്നുണ്ട്. അതാണ് യഥാർത്ഥ ജീവിതം. അതാണ് ഓരോ മനുഷ്യനും ശാശ്വതമായി യഥാർത്ഥത്തിൽ ജീവിക്കാനുള്ള ലോകം അതാണ് എന്ന യാഥാർത്ഥ്യത്തെ നിങ്ങൾ മറന്നു പോകുന്നുണ്ട്. ദുനിയാവിലെ വിഭവങ്ങൾ കൊണ്ട് ആഖിറത്തിലെ വിജയം തേടുന്നതിന് പകരം ദുനിയാവിൽ തന്നെയാണ് എല്ലാ വിജയങ്ങളും നേടേണ്ടത്, എല്ലാ സുഖങ്ങളും അനുഭവിക്കേണ്ടത്, എല്ലാ അനുഗ്രഹങ്ങളും കിട്ടേണ്ടത് എന്ന നിലയിലേക്ക് ഈ ദുനിയാവിലെ വിഭവങ്ങൾ നിങ്ങളെ വഞ്ചനയിൽ അകപ്പെടുത്തുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഉള്ള മുഖപ്രസന്നതയുണ്ടാകുന്നത് അത് അങ്ങ് പരലോകത്താണ്. وتذرون الآخرة وجوه يومئذ ناظرة إلى ربها ناظرة. സാക്ഷാൽ ഉടയതമ്പുരാനെ കൺമുമ്പിൽ കണ്ട് മുഖം പ്രസന്നമാകുന്ന ഒരു കാലം വരാറുണ്ട്. ആ സമയത്ത് മുഖപ്രസന്നതയും അള്ളാഹുവിനെ കണ്ട് തൃപ്തിയടയുകയും ജീവിതത്തിലെ ഏറ്റവും വലിയ സമാനതകളില്ലാത്ത അനുഗ്രഹങ്ങളും വിജയങ്ങളും ജീവിതത്തിൽ നേടിയെടുക്കേണ്ടുന്ന ഒരു സന്ദർഭത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകും. ഈ ദുനിയാവിനോടുള്ള ആസക്തി കൊണ്ട്. അതുകൊണ്ട് സുഹുദിനെ മുറുകെ പിടിക്കുക. റസൂലിനോളം എത്താൻ കഴിയില്ലെങ്കിലും
ദുനിയാവിനോടുള്ള പ്രവൃത്തത നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും, നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് കുത്തിയൊലിച്ച് നമ്മളെ വഞ്ചനയിൽ അകപ്പെടുത്താൻ കഴിയും വിധം കടന്നു വരുന്ന ഒരു കാലത്ത് ഒരല്പം സൂക്ഷ്മതയുണ്ടാകൽ നമുക്ക് ആവശ്യമാണ്. ദുനിയാവിനോടുള്ള സമീപനത്തിൽ ആഖിറത്തിനെ കൂടി മുന്നിൽ നിർത്തിക്കൊണ്ട് ദുനിയാവിനോട് സമീപനം സ്വീകരിക്കുന്ന കാര്യത്തിൽ നമുക്ക് ജാഗ്രതയുണ്ടാകേണ്ടതാണ്. അതിനുള്ള ശ്രമം നമുക്കുണ്ടാകേണ്ടതാണ്. അതാണ് ജീവിത വഴി എന്ന അടിസ്ഥാനപരമായ വിശ്വാസം എങ്കിലും നമ്മൾ മുറുകെ പിടിക്കണം. അതല്ലാതെ ദുനിയാവിന്റെ പിന്നാലെ ഓടലാണെല്ലാം, അത് തന്നെയാണ് ജീവിതം എന്ന് തെറ്റിദ്ധരിച്ച് ഈ ദുനിയാവിന്റെ കെണിയിലും വഞ്ചനയിലും അകപ്പെട്ടു പോകുന്ന ദൗർഭാഗ്യത്തെ നമ്മൾ സൂക്ഷിക്കണം. അല്ലാഹു നമ്മെ കാത്തിരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على محمد وعلى آله وصحبه أجمعين. عباد الله أوصيكم وإياي ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثراهم واجعل الجنة مأوانا ومأواهم. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اغفر لنا ولآبائنا ولأمهاتنا رب ارحمهم كما ربونا صغارا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أصلح لنا ديننا الذي هو عصمة أمرنا وأصلح لنا دنيانا التي فيها معاشنا وأصلح لنا آخرتنا التي فيها معادنا واجعل الحياة زيادة لنا في كل خير واجعل الموت راحة لنا من كل شر. اللهم إنا نسألك موجبات رحمتك وعزائم مغفرتك والسلامة من كل إثم والغنيمة من كل بر والفوز بالجنة والنجاة من النار. اللهم انصر الإسلام والمسلمين في كل مكان في العالم يا رب العالمين. اللهم انصر إخواننا المظلومين المستضعفين في كل مكان في العالم يا أرحم الراحمين. اللهم انصرهم نصرا عزيزا وافتح لهم فتحا مبينا. ربنا توفنا مسلمين وألحقنا بالصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. فاغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين.